Happy Valentine's Day. Look of brownie. It looks very good. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഹോം മെയ്ഡ് വീറ്റ് ബ്രൗണി. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ചെറിയൊരു സർപ്രൈസ്, ശ്വേതയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ നടക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നടക്കാൻ പോകണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും കട പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഏതായാലും ഇപ്പോൾ നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അതേപോലെ വിശ്വസിച്ചില്ലെന്ന് അറിയത്തില്ല, കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് നടക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് വാലന്റൈൻസ് ഡേയുടെ അന്ന് തന്നെ രാവിലെ ഇറങ്ങിയത്. ഇപ്പോൾ ചെറിയ ഡൗട്ട് അടിച്ചൊന്നും അറിയത്തില്ല. അത് നമുക്ക് നോക്കാം. തുടക്കം തന്നെ തടസ്സമാണത്. വഴിയിൽ നടുക്ക് വിളിച്ചിട്ടേ ഡയറി സിൽക്ക് വാങ്ങിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സ് കിട്ടുമെന്ന് നോക്കാം. യെസ്, ഒരു ഫ്ലവർ ഷോപ്പ് കാണുന്നുണ്ട്, പോയി നോക്കാം. ചെടിച്ചട്ടിയൊക്കെ വെക്കുന്ന കടയാണോ എന്ന് അറിയത്തില്ല. അടുത്ത് പോയി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. കസ്റ്റമൈസ് ചെയ്ത് തരാൻ തോന്നുന്നു. ആക്ച്വലി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരാവശ്യം വരാതൊക്കെ ഇറങ്ങി. റോസും കിട്ടിയിട്ടുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. தேவையில்லை. ஆமா, எப்படி இருக்கு சர்ப்ரைஸ்? காலையில யோகா எல்லாம் பண்றேன்னு சொல்லிட்டு தூங்கிட்டு இருக்கல. ஆமா, இதுக்கு தான் போனேன். ഇത് വാങ്ങിക്കാനാണ് പോയത്. ഒരു കടയും ഇല്ല. ഈ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി ഫ്ലവേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ കറങ്ങി, അതുവഴി കറങ്ങി. ഐ യു ഹാപ്പി? எனக்கென்ன சர்ப்ரைஸ் வச்சிருக்கு இன்னைக்கு? இல்லையா, இன்னைக்கு ஏதோ கேக்கு வைக்க போறேன்னு சொன்னேன். ബ്രൗണിയാ? எப்போ வைக்க போற? எப்போ? ഓക്കെ. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബ്രൗണിയുടെ റെസിപ്പി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചാറ്റ് ജിപിടിയിലിരുന്ന് കോപ്പി അടിക്കാൻ പോറ. நான் நினைச்சேன் உனக்கு தெரியும், முன்னாடியே நீ பண்ணிருக்கேன்னு நினைச்சேன். இல்லையா? ஒரு டைம் பண்ணேன், கோவிட்ல பண்ண வீட்ல. குக்கரா? ப்ரௌனி குக்கர்லையா? சூப்பர். இன்னைக்கு குக்கர்ல நமக்கு ஓடிஜி இருக்குல்ல. ഓക്കെ, എല്ലാം റെഡിയാ? സെറ്റാ? ഉറപ്പൊന്നുമില്ല. ബ്രൗണി ആയിട്ട് കിട്ടുമോ അതോ വേറെ എന്തെങ്കിലും ആവും? വാലന്റൈൻസ് ആയിട്ട് ഞാൻ ഭയങ്കര വലിയ റിസ്ക് എടുക്കാൻ പോവാണ്. എൻ്റെ ഭാര്യ ഉണ്ടാക്കാൻ പോകുന്ന ബ്രൗണി അത് എങ്ങനെയാ ഇരുന്നാലും ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരും. OTG നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. എவ்வளோ നേരം വെക്കണോ പ്രീഹീറ്റ്? ഓക്കെ. ഇതെന്നെ പൗഡർ. ശരിക്കും എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? വീറ്റ്, അത് പറ. വീറ്റ് ബ്രൗണി അല്ലേ? ഹെൽത്തി വീറ്റ് ബ്രൗണിയാ?
ഓക്കെ, ഇതിലാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഡയറി ഓക്കെ, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിത് ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ബട്ടർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്യണം ആദ്യം, അല്ലേ? നമ്മൾ മെൽറ്റ് ബട്ടർ. ഓക്കെ, ബട്ടർ മെൽറ്റ് ചെയ്തു. ഹാഫ് കപ്പ്. Then jaggery 3 tablespoon. 3 tablespoon ജാഗരി നമ്മൾ ആഡ് ചെയ്തു അതിലേക്ക്, മെൽറ്റഡ് ബട്ടറിലേക്ക്. Okay. അപ്പോൾ ഇത് ഷുഗർ ആഡ് பண்ண വേണ്ടാമോ? ഷുഗർ ബില്ലാതെ ജാഗരിയും ചോക്ലേറ്റും. ഓക്കെ, ഒരു ഹെൽത്തി ഇതായിരിക്കും, ഹെൽത്തി ബ്രൗണി ആയിരിക്കും. ഷുഗർ ആഡ് ചെയ്യുന്നില്ലല്ലോ ആക്ച്വലി. ശരിക്കും നമ്മൾ ഇവിടെ OTG മേടിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് അതിൽ എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്തത്. ഇതിന് മുമ്പ് 2-3 തവണ നമ്മൾ ചൂടാക്കി ചോറ് റൈസൊക്കെ ചൂടാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറും ജാഗറിയിലോട്ട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യാം. 3/4 cup of milk. 3/4 cup of milk. ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് എസ്തെറ്റിക്സ് കുറവാണ്. നമ്മൾ സാധാരണ ഈ കുക്കറി വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ, കുക്കിംഗ് വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ അത്രയും ഭംഗിയുള്ള എസ്തെറ്റിക്സ് ഒന്നും ഇല്ല ഇവിടെ. അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ്. இது உன்னோட ஃபர்ஸ்ட் டைமா பேக் பண்றது இல்லல்ல? മുന്നാടി പണി എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരിക്കും തോന്നുന്നില്ല. ഒരു മിനിമം ഗ്യാരണ്ടി കാണും ശ്വേത ഉണ്ടാക്കിയത് എല്ലാത്തിനും എന്നാണ് പറയപ്പെടുന്നത്. Half cup of atta, which is 8 tablespoon. ഹാഫ് കപ്പ് ഓഫ് ആട്ട, 8 tablespoon. ഓ, നമ്മുടെ കയ്യിൽ ആ മെഷറിംഗ് സ്പൂൺ ഇല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് സാധാ ടേബിൾ സ്പൂണിലാക്കിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഹാഫ് കപ്പ് ഓഫ് ആട്ട, ദാറ്റ് മീൻസ് 8 tablespoons of cocoa powder. 6 tablespoons of cocoa powder. അടുത്ത് കൊക്കോ പൗഡർ ചുമ്മാ കഴിക്കാവോ? അത് നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യാൻ ശ്വേത കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. മിക്സ് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഈസിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ് തോന്നുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ബട്ടർ, പിന്നെ ജാഗറി, വീറ്റ്, ആട്ട, കൊക്കോ പൗഡർ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമായിരിക്കണം. ഇടയ്ക്ക് കൺഫ്യൂഷൻ വന്നപ്പോൾ നൈസായിട്ട് റെഫറൻസ് നോക്കുക തുള്ളി. നമ്മൾ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് അതിലോട്ട് ആഡ് ചെയ്യാണ്. രാവിലെ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇപ്പോൾ കിട്ടി മിൽക്ക് ചോക്ലേറ്റ്, ഇല്ലെങ്കിലോ സർപ്രൈസ് ആയിട്ട് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തു. ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വരാവുള്ളത് അല്ലേ? കറക്റ്റ് തന്നെ. നൈസ് നൈസ്. മോൾഡിംഗ് ട്രെയിൽ ബട്ടർ പേപ്പർ ആഡ് ചെയ്തു. നൈസ് നൈസ്. ശരിക്കും ഇത് മെൽറ്റഡ് ചോക്ലേറ്റ് പോലെ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു വീറ്റൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു കളറെല്ലാം വരുമെന്ന്. മീൻസ് നമ്മൾ ആട്ടയെല്ലാം ആഡ് ചെയ്യുന്നത്. സാധാരണ എന്താ ആഡ് ചെയ്യുന്നത്? ടേസ്റ്റ് ഈ കാണുന്ന പോലത്തെ ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. നീ എന്നാ നിனைക്കണേ? എപ്പിടി വരും? நல்லா இருக்குமா? ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. നമ്മൾ വീണ്ടും ചോക്ലേറ്റ് ആഡ് ചെയ്യാണ്. തുടങ്ങിയപ്പോ ഹെൽത്തി ആയിരുന്നു, തീർന്നപ്പോഴത്തേക്കും ഉഗ്രം കാലറീസ്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ്, ഇതായാലും വീട്ടിൽ ട്രൈ ചെയ്യരുത്. പ്ലീസ് ഡോണ്ട് ട്രൈ അറ്റ് ഹോം. நம்ம வீட்டில் குக் பண்ணுறதுனால இவ்வளோ சுகர் போடுறோம், இதுலேயே இவ்வளோ சுகர் இருக்குது அப்படின்னு we are feeling guilty, right? போயிட்டு இப்போ கடையில் வாங்கி சாப்பிட்டா அவங்க எவ்வளோ போடுறாங்கன்னு தெரியாமல் நம்ம பாட்டுக்கு வாங்கி சாப்பிடுவோம்ல. അത് ശരിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഷുഗർ ഒരുപാട് ആഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യും. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുവാണെങ്കിൽ നമ്മൾ ഇത് വല്ലതും നോക്കാറുണ്ടോ? Okay, ഫൈനൽ ലുക്ക് ഓഫ് ബ്രൗണി. It looks very good. OTGയിലോട്ട് നമ്മൾ വെക്കുവാണ് നമ്മുടെ ബാറ്റർ. എത്ര നേരം ബേക്കിംഗ് ടൈം? 2 minutes போதுன்னு போட்டுருந்தாங்க. 2 minutes போதுமா? மைக்ரோவேவ்ல நார்மல் ஹீட்டிங் மோட்ல 2 minutes போதும் தான் நான் பார்த்த ரெஃபரன்ஸ் வீடியோல போட்டுருந்தாங்க. But since this is a OTG, I've already preheated and now I have kept it for 5 minutes. So in between like 3-4 minutes, let me go check if that's done. Okay. Or else we'll have to keep it for some more time.
ഓക്കെ, ബേസിക്കലി 5 മിനിറ്റ് OTGയിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക, അത്രേ ഉള്ളൂ. ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് ബ്രൗണി. പണിയാവൂലെന്ന് വിചാരിക്കുന്നു, കണ്ടിട്ട് കൊള്ളായിരിക്കും. ഫൈനലി സക്സസ്, മിഷൻ അക്കംപ്ലിഷ്ഡ്. അയ്യോ, ബ്രൗണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കഴിച്ചിട്ട് ബാക്കി പറയാം. ടേസ്റ്റ് ചെയ്യാം. കട്ട്. ആക്ച്വലി ഫോർ എ ബിഗിനർ ഇറ്റ്സ് നൈസ്. ബേക്കായി കിട്ടിയ വിധം നന്നായിട്ടുണ്ട് ഫോർ എ ബിഗിനർ. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. മാം എങ്ങനെയായിരിക്കും അറിയേണ്ടത് ദൈവമേ. ഫസ്റ്റ് ബൈറ്റ് ഓഫ് വീറ്റ്, ഹോം മെയ്ഡ് വീറ്റ് ബ്രൗണി. കഴിച്ചോക്കാം. സത്യം പറഞ്ഞ ഇത് ബ്രൗണിയുടെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. നമുക്ക് അല്ലാത്തൊരു സ്പെഷ്യൽ വേറെ ഏതോ കേക്കോ അല്ല ബ്രൗണി അല്ല, അതിന്റെ രണ്ടിന് നടുക്ക് ആയിട്ട് നമുക്കിത് കൂട്ടാം. വിത്ത് ഐസ്ക്രീം നല്ലതായിരിക്കും. അല്ലാതെ ഇത് വീട്ടിലുണ്ടാക്കാൻ കൊള്ളൂല. ഇനി ഉണ്ടാക്കിയാലുള്ള എന്തെങ്കിലും കുഴപ്പമാണെന്നുള്ള ആട്ടയുടെ, അതായത് നമ്മൾ ആഡ് ചെയ്ത വീറ്റിന്റെ കുറച്ച് ഓവർ പവറിംഗ് ഉണ്ട് ടേസ്റ്റിൽ. പിന്നെ കുറച്ച് ഷുഗർ. നമുക്ക് ഐസ്ക്രീമിനോടെ കഴിച്ചാൽ എനിക്ക് തോന്നുന്നു കൊള്ളായിരിക്കും തോന്നുന്നു. ഏതായാലും ഇത് വലിയ ഗുണമില്ല. ഞാൻ നേരത്തെ പറയാൻ തിരിച്ചെടുത്തേ, ഇത് ആ ബ്രൗണി ശരിക്കും വീറ്റ് ബ്രൗണി ഐസ്ക്രീമിൻ്റെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, വീറ്റ് ബ്രൗണി, വാനില ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം പ്ലസ് സം നട്ട്സ്. നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഞാൻ കഴിച്ചു തീർക്കട്ടെ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ വ്ളോഗുകളായിട്ട് പിന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.